ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളാൽ വിരചിതമായ ദർശനമാല എന്ന കൃതിയിലെ അസത്യദർശനത്തിലെ 8ാമത് ശ്ലോകത്തിന്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. മായൈവ ജഗദാമാദികാരണം നിർമ്മിതം തയാ സർവം ഹി മായിനോ ന അന്യദസത്യം സിദ്ധിജാലവത്. മായൈവ ജഗദാമാദികാരണം നിർമ്മിതം തയാ സർവം ഹി മായിനോ ന അന്യദസത്യം സിദ്ധിജാലവത്. ഇതാണ് ശ്ലോകം. ജഗദാമാദികാരണം മായായേവ സർവം തയാ നിർമ്മിതം ഹി. മായിന അന്യത് ന തത് സിദ്ധിജാലവത് അസത്യം. ഇത്തരത്തിലാണ് ഈ ശ്ലോകത്തെ അന്വയിച്ച് പദച്ഛേദം ചെയ്ത് മനസ്സിലാക്കേണ്ടത്. ഇനി ശ്ലോകത്തിലെ പദാനുപദ അർത്ഥങ്ങൾ മനസ്സിലാക്കാം. ജഗദാമാദികാരണം, ജഗത്തിന്റെ ആദികാരണം മായാ ഏവ, മായ തന്നെ. സർവം എല്ലാം തയാ നിർമ്മിതം ഹി, അതിനാൽ നിർമ്മിതമാകുന്നു, നിർമ്മിതം ആയതു തന്നെ. അതായത് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ആദികാരണമായ മായയാൽ നിർമ്മിതമാകുന്നു. അതാണ് തയാ നിർമ്മിതം ഹി, അതിനാൽ നിർമ്മിതമാകുന്നു. അത് ഉറപ്പായിട്ട് പറയാൻ വേണ്ടിയാണ് അവിടെ ഹി എന്നുകൂടി ചേർത്തിരിക്കുന്നത്. മായിന, മായ കാണിക്കുന്നവനിൽ നിന്ന്, അതായത് മായാവിയിൽ നിന്ന്, അന്യത് ന, അന്യമായി വേറിട്ടതായി ഒന്നും തന്നെയില്ല. തത് സിദ്ധിജാലവത് അസത്യം, ഉണ്ട് എന്ന് തോന്നുന്നത്, അതായത് മായയിൽ നിന്ന് അന്യമായി എന്തെങ്കിലും ഉണ്ട് എന്ന് തോന്നുന്നത് സിദ്ധിജാലങ്ങൾ പോലെ അസത്യമാകുന്നു. ശ്ലോകാർത്ഥം സംക്ഷേപിച്ചിങ്ങനെ പറയാം. ജഗത്തിന്റെ ആദികാരണം മായ തന്നെ. സർവ്വതും മായ നിർമ്മിതമാണ്. അതുകൊണ്ട് തന്നെ മായാവിയിൽ നിന്നും അന്യമായി ഒന്നും തന്നെയില്ല. ഉണ്ട് എന്ന് തോന്നുന്നവയെല്ലാം സിദ്ധിജാലം പോലെ അസത്യമാകുന്നു. ഈ ശ്ലോകത്തിൽ പ്രയോഗിക്കപ്പെട്ടിരിക്കുന്ന മായിന എന്ന പദവും സിദ്ധിജാലവത് എന്ന പ്രയോഗവും ശ്രദ്ധാപൂർവം വ്യാഖ്യാനിച്ച് മനസ്സിലാക്കേണ്ടതാണ്. മായ കാണിക്കുന്നവനിൽ നിന്നും അന്യമായി പ്രപഞ്ചത്തിൽ യാതൊന്നുമില്ല എന്ന് പറഞ്ഞിരിക്കുന്നതിൽ സ്വമായയിൽ നിന്ന് പ്രപഞ്ച സൃഷ്ടി നടത്തുന്ന ഒരാൾ ഇവിടെ ഉണ്ട് എന്ന ധ്വനി, ആ ഒരു പ്രയോഗത്തിൽ അങ്ങനെയൊരു ധ്വനിയുണ്ട്. സർവവ്യാപിയും സർവസ്രഷ്ടാവും സർവനിയന്താതാവും സർവരക്ഷകനും സർവസംഹാരിയുമായ പരബ്രഹ്മപ്രഭാവത്തെയാണ് ഗുരു ഇവിടെ മായാവിയായി വിശേഷിപ്പിച്ചിരിക്കുന്നത്. സർവ്വതും ബ്രഹ്മമായയിൽ നിന്നും ആവിർഭവിച്ച് അതിൽ തന്നെ വിലയിക്കുന്നതാകുന്നു എന്നു തന്നെയാണ് ഈ പ്രയോഗത്തിന്റെ അർത്ഥം. നീയല്ലോ മായയും മായാവിയും മായാവിനോദനും, നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകുമാര്യനും എന്ന് ദൈവദശകത്തിൽ ശങ്കയ്ക്കിടയില്ലാത്ത വിധം ഗുരു അവതരിപ്പിച്ചിട്ടുമുണ്ട്. മായാസൃഷ്ടമായ പ്രപഞ്ചം വാസ്തവത്തിൽ ഇല്ലാത്തതാണെങ്കിലും
ഉള്ളതുപോലെ അനുഭവപ്പെടുന്നത് എങ്ങനെ എന്ന ചോദ്യത്തിനുള്ള ഉത്തരമായി ഗുരു പറഞ്ഞിരിക്കുന്നത് അത് സിദ്ധിജാലം എന്ന പോലെ അസത്യമാകുന്നു എന്നാണ്. യോഗമായയാണ് ഇവിടെ സിദ്ധിജാലം എന്ന് പറഞ്ഞിരിക്കുന്നത്. യോഗാഭ്യാസത്തിന്റെ ഒരു ഘട്ടത്തിൽ എത്തിച്ചേരുമ്പോൾ യോഗികൾക്ക് അഷ്ടൈശ്വര്യ സിദ്ധികൾ സംസിദ്ധമായി തീരുമെന്ന് യോഗശാസ്ത്രം പറയുന്നു. ഇന്ദ്രജാലക്കാരനെ പോലെ അത്ഭുത വിദ്യകൾ കാണിക്കാനുള്ള സിദ്ധിവിശേഷങ്ങളെയാണ് സിദ്ധിജാലം എന്ന് പറയുന്നത്. ആസീത് പ്രകൃതിരേവേദം യഥാദൗ യോഗവൈഭവഃ വ്യതനോദധ യോഗീവ സിദ്ധിജാലം ജഗത്പതിഹി എന്ന അധ്യാരോപ ദർശനം 6-ാം ശ്ലോകത്തിലും ഗുരു ഇതേ ആശയം തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. യോഗി മനസ്സ് പരബ്രഹ്മത്തിൽ വിലയം പ്രാപിക്കുമ്പോൾ യോഗിക്ക് ബ്രഹ്മശക്തി പകർന്നു കിട്ടും. അപ്പോൾ ബ്രഹ്മമായകളിൽ പലതും യോഗിക്ക് പ്രയോഗിക്കാൻ സാധിക്കും എന്നാണ് പറയപ്പെട്ടിരിക്കുന്നത്. ഇന്ദ്രജാലക്കാരൻ ഇന്ദ്രജാലം കാണിക്കുന്നത് പോലെ യോഗികൾ യോഗമായയിലൂടെ യോഗസിദ്ധിജാലങ്ങൾ കാണിക്കുന്നു. മായാവിയായി ഭാവം പകർന്നാടുന്ന പരബ്രഹ്മഭാവത്തെ ഈ ദൃഷ്ടാന്തങ്ങളുടെ സഹായത്തോടുകൂടി മനസ്സിലാക്കണം എന്ന ഉപദേശമാണ് ഈ ശ്ലോകത്തിൽ നൽകപ്പെട്ടിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഗുരുധർമ്മം വിജയിക്കട്ടെ.